ഹായ് ഫ്രണ്ട്സ്, നിറക്കൂട്ട് വ്ളോഗ്സ് ഇന്ന് വീടിനടുത്തുള്ള പച്ച ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. 10 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. 23-ാം തീയതി മുതലാണ് ഉത്സവം സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് 5-ാം ദിവസത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. റോഡിൽ നിന്ന് തന്നെ ദീപാലങ്കാരങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ തുടക്കം. 5-ാം ഉത്സവമായ ഇന്ന് ഒരു പ്രത്യേകതരം വിശേഷമുണ്ട്. ഇന്ന് ലക്ഷദീപമാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാ ഭക്തജനങ്ങൾക്കും ഇതിൽ പങ്കെടുത്ത് ദീപങ്ങൾ കൊളുത്താനുള്ള അവസരവും ഇവിടെ തന്നെ തയ്യാറാണ്. അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകൾ കൂടിയാണ് കേട്ടോ ഇതെല്ലാം. പല സ്റ്റാളുകളും ഇവിടെ തന്നെ ഉണ്ട്. ഇത് ചെടികൾ നിറഞ്ഞൊരു സ്റ്റാളാണ്. നല്ല ഭംഗിയുള്ളത് കൊണ്ട് ഞാൻ വീഡിയോസൊക്കെ എടുത്തങ്ങ് പോവുകയായിരുന്നു. കുറച്ച് വർഷങ്ങളായിട്ട് ഇപ്പോൾ പച്ചയിൽ ലക്ഷദീപം അറേഞ്ച് ചെയ്യാറുണ്ട്. എല്ലാ ക്ഷേത്രങ്ങളിലും ഇങ്ങനെ ഒരു ലക്ഷദീപം അറേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും ഇവിടെ കാണാനായിട്ടായാലും ഇതിൽ പങ്കെടുക്കാനായിട്ടായാലും ദൂരെ നിന്നും ധാരാളം ആളുകൾ ഇവിടെ വരാറുണ്ട്. അമ്പലം നിറച്ച ആളുകളായിരുന്നു. ഇത് കാണാനായാലും ലക്ഷദീപത്തിൽ പങ്കെടുക്കാനായാലും തിരികൾ തെളിയിക്കുന്നതിനായിട്ടായാലും ആളുകൾ തിരക്കായിരുന്നു. ഭക്തജനങ്ങളെല്ലാം കാണാനായിട്ടും ഫോട്ടോ എടുക്കാനായിട്ടും വലിയ തിരക്കായിരുന്നു. കുറച്ച് പേരൊക്കെ നമ്മൾ വരുന്ന സമയത്ത് കണ്ട് മടങ്ങുകയായിരുന്നു. കുറച്ച് പേരൊക്കെ തെളിയിക്കുകയും ബാക്കിയുള്ളവർ അതിനകത്ത് നിന്ന് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുകയായിരുന്നു. ഞാനും മക്കളും മാത്രമാണ് വന്നത്. അമ്പല പരിസരം മുഴുവൻ ദീപങ്ങളാൽ മനോഹരമായി കാണപ്പെടുന്ന ഒരു സമയം. പലതരത്തിലുള്ളതും പല വ്യത്യസ്തങ്ങളായിട്ടുള്ള ദീപാലങ്കാരങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. പറയുന്നതിനേക്കാൾ കാണുന്നതല്ലേ നല്ലത്. അപ്പോൾ നിങ്ങളും കണ്ടോളൂ. ശിവൻ്റെ മുന്നിലും പോയി വീഡിയോ ഒക്കെ എടുക്കാൻ ഞാൻ മറന്നില്ല. അവിടെയും പോയി വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. എന്ത് മനോഹരമാണ് കൃഷ്ണനും രാധയുടെയും ഭംഗി. അത് കണ്ട് കുറച്ചു നേരം അവിടെ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ നിന്നു. ദീപങ്ങളാൽ ചുറ്റപ്പെട്ട വലയത്തിൽ കൃഷ്ണനും രാധയും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. പല ഷെയ്ഡുകളിലും കളർ വ്യത്യാസങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ലക്ഷദീപം കാണാത്തവർക്കായിട്ട് ഒരു അവസരമാകട്ടെ എന്ന് കരുതുന്നു എൻ്റെ ഈ ഒരു വീഡിയോ. എല്ലാം കണ്ട ശേഷം നമ്മളിനി ഐസ്ക്രീം വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴും കുറച്ച് പരിചയക്കാരെയൊക്കെ കണ്ടു. അവരെയും കൂടി ഫോട്ടോയിലും വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തുകയുണ്ടായി. അമ്പല പരിസരത്ത് ധാരാളം സ്റ്റാളുകൾ ഉണ്ടായിരുന്നു. എല്ലാ സ്റ്റാളുകളുടെ മുന്നിലൂടെയും പോകുന്നുണ്ടായിരുന്നു. അതിനിടയിൽ കുട്ടികൾക്ക് വേണമെന്ന് പറഞ്ഞ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു. നല്ല മനോഹരമായ മാലകളുള്ള സ്റ്റാൾ കണ്ടായിരുന്നു. അവിടെ നിന്ന് മോക്ക് 2 മാലയൊക്കെ വാങ്ങി. അടുത്ത് കളിപ്പാട്ട കടയിലേക്കായി യാത്ര. കുലുക്കി സർവത്തിൻ്റെ സ്റ്റാളുകളിലും വളരെ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം എല്ലാം കണ്ടു നടന്ന് ദീപാലങ്കാരങ്ങളൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് വരികയായിരുന്നു.
കുറേ നാളുകൾക്ക് ശേഷം മോനൊപ്പം പഠിച്ച ഒരു കൂട്ടുകാരനെ കണ്ടു. അപ്പോൾ കൂട്ടുകാരനെ കണ്ടപ്പോഴത്തേക്ക് കൂട്ടുകാരൻ്റെ അമ്മ തിരിച്ചറിഞ്ഞ് അവർക്കും വലിയ സന്തോഷമായി. പിടിച്ചു നിർത്തി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഉത്സവത്തിന് പോകുമ്പോൾ എന്തായാലും കുട്ടികൾ വാശി പിടിച്ച് വാങ്ങുന്നത് കളിപ്പാട്ടമാണല്ലോ. അപ്പോൾ ഞങ്ങളും വാങ്ങി കളിപ്പാട്ടം. കളിപ്പാട്ടക്കടയിൽ നിന്നും 2 പേരും ഓരോ സാധനങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. മോനൊരു ഹിറ്റാച്ചിയും മോളൊരു റൂബിക്സ് ക്യൂബുമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കും ഇഷ്ടമായോ ഈ കളിപ്പാട്ടങ്ങൾ? ഉത്സവ തിരക്കിനിടയിലും കണ്ട പരിചയക്കാരുടെ ഫോട്ടോയും വീഡിയോ എടുക്കാൻ ഞാൻ മറന്നില്ല കേട്ടോ. കുഞ്ഞു വാവയായിട്ട് കുറച്ചു നേരമൊക്കെ സംസാരിച്ച ശേഷം പിന്നെ നമ്മൾ മടങ്ങുകയായി. പച്ച ഉത്സവത്തിലെ ലക്ഷദ്വീപ കാഴ്ചകൾ നിങ്ങൾക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.